ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് തഞ്ചാവൂരും ആദിയോഗിയും പോയി വന്നാലോ? രാത്രി 7:40 ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റിൽ വടകരയിൽ നിന്ന് കയറി 10:45 പാലക്കാട് ഞങ്ങൾ ആദ്യം എത്തി. പിന്നീട് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന കാരക്കൽ എക്സ്പ്രസ്സിൽ 1:37 പുലർച്ചെ ഞങ്ങൾ കയറിയിട്ട് രാവിലെ 9:15 ഞങ്ങൾ തഞ്ചാവൂരെത്തി. സ്റ്റേഷൻ്റെ പുറത്ത് നമുക്ക് ഫ്രഷപ്പ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരു 30 രൂപേൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞ് കിട്ടും. ഞങ്ങൾ 5 പേരുള്ളതുകൊണ്ട് ഓട്ടോയിലാണ് പോയത്. അല്ലാത്തവർക്ക് ഇവിടുന്ന് ബസ് അവൈലബിൾ ആണ് കേട്ടോ. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം. പെരിയ കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും ഇതറിയപ്പെടുന്നു. ചോളരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ അഥവാ പൊന്നിൻ സെൽവൻ AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായി. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. 12 വർഷം കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ പണി തീർത്തത്. ക്ഷേത്രച്ചുവരുകളിലെ കൊത്തുപണികളിലെല്ലാം ചോളരാജാക്കന്മാർ നടത്തിയ വീരസാഹസിക പോരാട്ടങ്ങളും കുടുംബ പരമ്പരയും വിഷയമാകുന്നു. 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മകുടം. ഏതാണ്ട് 80,000 കിലോയ്ക്കടുത്ത് ഭാരമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ വർഷത്തിലെ ഏത് ദിവസമായാലും ഇവിടത്തെ നിഴൽ നിലത്ത് വീഴില്ല എന്നത് തന്നെയാണ്. ഗോപുര കവാടം കടന്ന് നമ്മൾ ആദ്യം എത്തുമ്പോൾ കാണുന്ന നന്ദി പ്രതിമ 25 ടൺ ഭാരമുള്ളതെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിരൈ ബ്രഹ്മോത്സവമാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്ഷേത്രത്തിൽ ഇന്നും ചില ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലനിന്നു പോകുന്നു. അധികാരസ്ഥാനത്തിലുള്ളവർ ക്ഷേത്രത്തിലെത്തിയാൽ അധികാരം നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് വരെ അത് നയിച്ചേക്കാം എന്നും ഇവർ വിശ്വസിക്കുന്നു. കാലത്ത് 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4 മുതൽ 8:30 വരെയുമാണ് ദർശനത്തിനായുള്ള സമയം. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ എടുക്കാൻ മാത്രമേ നമുക്ക് അനുമതിയുള്ളൂ. വീഡിയോ എടുക്കുന്നത് ക്ഷേത്ര ഭാരവാഹികൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഉച്ച സമയങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് പോലും നിലത്ത് വെക്കാൻ പറ്റാത്തത്ര ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും ക്ഷേത്രത്തിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. കൂടാതെ ബോക്സുകളിലായി വെച്ചിട്ടുള്ള ഭക്ഷണവും ക്ഷേത്രത്തിനകത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയുന്നത് വൈകിട്ടാണ്. ലൈറ്റുകൾ കത്തിക്കഴിഞ്ഞാലാണ്. അടുത്ത വീഡിയോയിൽ ആ ഭംഗി നിങ്ങളിൽ ഞാൻ എത്തിക്കുന്നതാണ്. എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബാക്കി വീഡിയോസ് ഓരോ പാർട്ടായി വരുന്നതാണ്.